ലോക ചരിത്രത്തിൽ പ്രതിരോധത്തിന്റെ പ്രതീകമായി നാം എന്നും അടയാളപ്പെടുത്തിയിട്ടുള്ളത് ചൈനയിലെ വൻമതിലിനെയാണ്. ചൈനയുടെ ചരിത്രത്തിലെ വിസ്മയകരമായ ഒരു നിർമ്മിതിയായിരുന്നു വടക്കൻ അതിർത്തിയിൽ നിർമ്മിച്ച ചൈന മതിൽ. എന്നാൽ ഇന്ന് ചൈന മറ്റൊരു വൻമതിൽ പണിതുകൊണ്ടിരിക്കുകയാണ്. ഇത് കല്ലും മണ്ണും കൊണ്ടല്ല, പകരം കോടിക്കണക്കിന് മരങ്ങൾ കൊണ്ടാണ്. ഗ്രീൻ ഗ്രേറ്റ് വാൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ പദ്ധതിയിലൂടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വനവൽക്കരണ ദൗത്യത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. മനുഷ്യൻ പ്രകൃതിക്ക് മേൽ നടത്തുന്ന ഏറ്റവും വലിയ ഇടപെടലുകളിൽ ഒന്നാണ് ഈ പദ്ധതി. ഏഷ്യയിലെ ഏറ്റവും കഠിനമായ കാലാവസ്ഥ നിലനിൽക്കുന്ന താക്ലിമക്കാൻ മരുഭൂമിയെ ചുറ്റിക്കൊണ്ട് 3046 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു ഹരിത വലയം പൂർത്തിയാക്കിയെന്ന വാർത്ത പരിസ്ഥിതി ലോകത്തെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. മണൽക്കാറ്റുകളെ തടയാനും കൃഷിഭൂമി സംരക്ഷിക്കാനും ലക്ഷ്യമിടുന്ന ഈ ബൃഹത്തായ നീക്കം എങ്ങനെയാണ് സാധ്യമായതെന്നും ഇതിന് പിന്നിലെ ശാസ്ത്രീയവും സാമൂഹികവുമായ വശങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ച ഈ പോരാട്ടം വെറുമൊരു മരം നടിയിൽ പദ്ധതിയല്ല. 1978 ആരംഭിച്ച 3 നോർത്ത് ഷെൽട്ടർ ബെൽറ്റ് ഫോറസ്റ്റ് പ്രോഗ്രാം എന്ന ദീർഘകാല പദ്ധതിയുടെ ഭാഗമാണിത്. ചൈനയുടെ വടക്ക് പടിഞ്ഞാറ്, വടക്ക് കിഴക്ക് മേഖലകളെ മരുഭൂമിവൽക്കരണത്തിൽ നിന്ന് രക്ഷിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ഓരോ വർഷവും കിലോമീറ്ററുകളോളം കൃഷിഭൂമി വിഴുങ്ങിക്കൊണ്ട് മുന്നേറുന്ന മണൽ കുന്നുകളെ തടഞ്ഞു നിർത്തുക എന്നത് ചൈനയെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിൻ്റെ പോരാട്ടമായിരുന്നു. കഴിഞ്ഞ നവംബറിൽ താക്ലിമക്കാൻ മരുഭൂമിക്ക് ചുറ്റുമുള്ള ഹരിത വലയം പൂർത്തിയായതോടെ മരുഭൂമിയുടെ വ്യാപനത്തെ തടയാൻ ശേഷിയുള്ള ഒരു ജീവനുള്ള മതിൽ അവിടെ ഉയർന്നു കഴിഞ്ഞു. 2050 മാത്രം പൂർണ്ണരൂപത്തിലാക്കുന്ന ഈ പദ്ധതി മനുഷ്യന് പ്രകൃതിയെ എങ്ങനെ ക്രിയാത്മകമായി പുനർനിർമ്മിക്കാം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ഈ ദൗത്യം ലളിതമായ ഒരു മരനടിയിൽ പരിപാടിയായി മാത്രം ഒതുങ്ങുന്നില്ല. മരുഭൂമിയുടെ കഠിനമായ ചൂടിലും അതുപോലെ ജലക്ഷാമത്തിലും അതിജീവിക്കാൻ കഴിയുന്ന പ്രത്യേകതരം മരങ്ങൾ ഇതിനായി തിരഞ്ഞെടുക്കേണ്ടി വന്നു. പോപ്ലർ മരങ്ങളും വില്ലോ മരങ്ങളും മണലിൽ ഉറച്ചു നിൽക്കാൻ ശേഷിയുള്ള കുറ്റിച്ചെടികളുമാണ് പ്രധാനമായും ഉപയോഗിച്ചിരിക്കുന്നത്. തുടക്കത്തിൽ വിമാനങ്ങൾ ഉപയോഗിച്ച് വിത്തുകൾ ആകാശത്ത് നിന്ന് വിതറുകയായിരുന്നു ചെയ്തത്. എന്നാൽ ഇവയിൽ ഭൂരിഭാഗവും മുളയ്ക്കാതെ നശിച്ചുപോയി. ഇതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ചൈന പുതിയ ശാസ്ത്രീയ മാർഗങ്ങൾ അവലംബിച്ചു. മരുഭൂമിയിൽ മരങ്ങൾ വളർത്തുക എന്നത് അസാധ്യമായ ഒന്നാണെന്ന് കരുതുന്നവർക്ക് ചൈന നൽകുന്ന വലിയൊരു പാഠമാണിത്. താക്ലിമക്കാൻ പോലെയുള്ള കഠിനമായ ചൂടും ജലദൗർലഭ്യവുമുള്ള ഇടങ്ങളിൽ ശാസ്ത്രീയമായ രീതിയിലാണ് വനവൽക്കരണം നടപ്പാക്കുന്നത്. മണൽക്കുന്നുകളുടെ ചലനം നിയന്ത്രിക്കാനായി വൈക്കോൽ ഉപയോഗിച്ചുള്ള ചെസ് ബോർഡ് മാതൃകയിലുള്ള തടസ്സങ്ങൾ ആദ്യം നിർമ്മിക്കുന്നു. ഇത് കാറ്റിൻ്റെ വേഗത കുറയ്ക്കുകയും മണൽ ഒഴുക്കിനെ തടയുകയും ചെയ്യുന്നു. അതിനുശേഷം ലവണാംശമുള്ള മണ്ണിലും കുറഞ്ഞ വെള്ളത്തിലും വളരാൻ ശേഷിയുള്ള പ്രത്യേകതരം ചെടികളും പുല്ലുകളും വെച്ച് പിടിപ്പിക്കുന്നു. ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള വിത്ത് വിതരണവും അത്യാധുനികമായ ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനങ്ങളും ഈ ദൗത്യത്തിന് വേഗത കൂട്ടി. വെറും മരം നടൽ എന്നതിലുപരി ഒരു ആവാസ വ്യവസ്ഥയെ തന്നെ അവിടെ പുനഃസൃഷ്ടിക്കുകയാണ് സർക്കാർ ചെയ്തത്. കുബൂക്കി മരുഭൂമിയിലെ മാറ്റങ്ങൾ ചൈനയുടെ ഈ വിജയഗാഥയിലെ ഒരു പ്രധാന അധ്യായമാണ്. ചൈനയിലെ 7ാമത്തെ വലിയ മരുഭൂമിയായ ഇവിടെ പരിസ്ഥിതി സംരക്ഷണത്തെ സാമ്പത്തിക നേട്ടവുമായി എങ്ങനെ ബന്ധിപ്പിക്കാമെന്ന് അവർ കാണിച്ചു തന്നു. മരുഭൂമിയിലെ മണൽക്കൂണകൾക്കിടയിൽ വലിയ തോതിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ചതാണ് ഇതിൽ പ്രധാനം. ഈ പാനലുകൾ സൂര്യപ്രകാശത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനൊപ്പം തറയിൽ നിഴൽ നൽകുകയും മണ്ണിലെ ഈർപ്പം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. പാനലുകൾക്ക് താഴെ വളരുന്ന പുല്ല് കന്നുകാലികൾക്ക് തീറ്റയായി മാറുന്നു. ഇങ്ങനെ പരിസ്ഥിതിയും ഊർജവും ഉപജീവനവും ഒത്തുചേരുന്ന ഒരു മാതൃകയാണ് ചൈന അവിടെ നടപ്പിലാക്കിയത്. മുമ്പ് മണൽക്കാറ്റുകൾ ഭീഷണി ഉയർത്തിയിരുന്ന ഗ്രാമങ്ങൾ ഇന്ന് ഹരിതാഭമായി മാറിയിരിക്കുന്നു എന്നത് അവിശ്വസനീയമായ മാറ്റമാണ്. സായ് ഹാൻബ വനം പദ്ധതിയുടെ ചരിത്രം പരിശോധിച്ചാൽ 3 തലമുറകളുടെ കഠിനാധ്വാനം നമുക്ക് കാണാൻ സാധിക്കും. ഒരു കാലത്ത് വന്യജീവികളാലും ജലസ്രോതസ്സുകളാലും സമ്പന്നമായിരുന്ന ഈ പ്രദേശം അമിതമായ വനം കൊള്ളയും കാട്ടുതീയും കാരണം വെറും തരിശു ഭൂമിയായി മാറിയിരുന്നു. എന്നാൽ 1962 ആരംഭിച്ച സർക്കാർ പദ്ധതിയിലൂടെ ഈ പ്രദേശം വീണ്ടും വനമായി മാറി. ഇന്ന് ബീജിംഗ്, ടിയാൻജിൻ തുടങ്ങിയ മഹാനഗരങ്ങൾക്ക് കോടിക്കണക്കിന് ക്യൂബിക് അടി ശുദ്ധജലവും ഓക്സിജനും നൽകുന്ന ഒരു വലിയ ഗ്രീൻ ലങ് ആയി സായ് ഹാൻബ നിലകൊള്ളുന്നു. മനുഷ്യൻ വിചാരിച്ചാൽ നശിപ്പിക്കപ്പെട്ട പ്രകൃതിയെ വീണ്ടെടുക്കാം എന്നതിന് ഇതിനും വലിയ തെളിവ് ആവശ്യമില്ല. 1982 മുതൽ ചൈനയിലെ ഓരോ പൗരനും വർഷത്തിൽ നിശ്ചിത എണ്ണം മരങ്ങൾ നടണമെന്ന നിയമം വന്നതോടെ വനവൽക്കരണം ഒരു ജനകീയ പ്രസ്ഥാനമായി മാറുകയായിരുന്നു. മരുഭൂമിയെ വനമാക്കി മാറ്റുന്ന ഈ പ്രക്രിയയിൽ സാധാരണക്കാരായ ജനങ്ങളുടെ പങ്കാളിത്തം എടുത്തു പറയേണ്ടതാണ്. സർക്കാർ പദ്ധതികൾക്ക് പുറമെ ലക്ഷക്കണക്കിന് ജനങ്ങൾ തങ്ങളുടെ ജീവിതം തന്നെ ഈ മണ്ണ് വീണ്ടെടുക്കാനായി മാറ്റിവെച്ചു. പല ഗ്രാമങ്ങളിലും ജനങ്ങൾ മരുഭൂമിയെ തടയാൻ സ്വന്തം നിലയിൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ചു. വനവൽക്കരണം എന്നത് ഒരു ജനകീയ മുന്നേറ്റമായി മാറിയതോടെ മാറ്റങ്ങൾ ദൃശ്യമായി തുടങ്ങി. തരിശായി കിടന്ന മരുഭൂമികൾ പതുക്കെ പച്ചപ്പിലേക്ക് വഴിമാറി. വന്യജീവികൾ തിരികെ എത്താനും പ്രദേശത്തെ അന്തരീക്ഷ താപനിലയിൽ കുറവ് രേഖപ്പെടുത്താനും ഇത് കാരണമായി.
കാർഷിക മേഖലയ്ക്കും ഇത് പുതിയ ജീവൻ നൽകി. മണൽക്കാറ്റ് തടയപ്പെട്ടതോടെ കൃഷിയിടങ്ങളിലെ വിളവുകൾ വർദ്ധിക്കുകയും കർഷകരുടെ വരുമാനം ഉയരുകയും ചെയ്തു. ചൈനയുടെ ഈ ഹരിത വിപ്ലവം ആഗോള കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. മരങ്ങൾ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിനെ വലിയ തോതിൽ വലിച്ചെടുക്കുന്നത് ആഗോള താപനം കുറയ്ക്കാൻ സഹായിക്കുന്നു. 1982 മുതൽ 2021 വരെയുള്ള കാലയളവിൽ ചൈനീസ് പൗരന്മാർ ഏകദേശം 7800 കോടി മരങ്ങൾ നട്ടുപിടിപ്പിച്ചു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ചൈനയുടെ വനവിസ്തൃതി ഇന്ന് ഏകദേശം 25% എത്തി നിൽക്കുന്നു. ഇത് കേവലം അക്കങ്ങളല്ല, മറിച്ച് ശ്വസിക്കാൻ യോഗ്യമായ വായുവും ഫലഭൂഷ്ടമായ മണ്ണും വരും തലമുറയ്ക്ക് ഉറപ്പാക്കുന്ന വലിയൊരു നിക്ഷേപമാണ്. മരുഭൂമികളിൽ നിന്നുള്ള മണൽക്കാറ്റുകൾ നഗരങ്ങളെ ശ്വാസമുട്ടിക്കുന്നത് കുറയ്ക്കാൻ ഈ വൻമതിലുകൾ കൊണ്ട് സാധിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇത്തരം വലിയ പദ്ധതികൾ ചില വിമർശനങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. പ്രാദേശികമായ ജൈവ വൈവിധ്യം കണക്കിലെടുക്കാതെ ഒരേ ഇനം മരങ്ങൾ മാത്രം വെച്ച് പിടിപ്പിക്കുന്നത് ദീർഘകാല അടിസ്ഥാനത്തിൽ ദോഷം ചെയ്യുമെന്ന് ചില പരിസ്ഥിതി പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. തദ്ദേശീയമല്ലാത്ത സസ്യങ്ങൾ ഭൂഗർഭജലം അമിതമായി വലിച്ചെടുക്കുന്നത് ജലക്ഷാമത്തിന് കാരണമായേക്കാം എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഈ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് പുല്ലുകളും കുറ്റിച്ചെടികളും മരങ്ങളും ചേർന്നുള്ള സ്വാഭാവിക വനമാതൃകകൾ പിന്തുടരാനാണ് ഇപ്പോൾ ചൈന ശ്രമിക്കുന്നത്. മരുഭൂമിയിലെ മണൽക്കാറ്റിനെ പ്രതിരോധിക്കാൻ വെറും മരങ്ങൾ മാത്രമല്ല, ആ പ്രദേശത്തെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ ചെടികളാണ് വേണ്ടതെന്ന തിരിച്ചറിവ് പദ്ധതിയെ കൂടുതൽ കരുത്തുറ്റതാക്കി. മരുഭൂമിവൽക്കരണം എന്നത് ചൈനയുടെ മാത്രം പ്രശ്നമല്ല. ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളും ഇന്ന് ഈ ഭീഷണി നേരിടുന്നുണ്ട്. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിക്ക് ചുറ്റും ഇത്തരത്തിലൊരു ഗ്രേറ്റ് ഗ്രീൻ വാൾ നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ചൈനയുടെ വിജയം ഇത്തരം ആഗോള പദ്ധതികൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നു. സാങ്കേതിക വിദ്യയും കൃത്യമായ ആസൂത്രണവും ജനങ്ങളുടെ പങ്കാളിത്തവും ഒത്തുചേർന്നാൽ ഏത് കൊടും മരുഭൂമിയെയും പച്ചപ്പിലേക്ക് തിരികെ കൊണ്ടുവരാമെന്ന് ചൈന തെളിയിച്ചു കഴിഞ്ഞു. പരിസ്ഥിതിയും വികസനവും എങ്ങനെ കൈകോർത്ത് മുന്നോട്ട് പോകാം എന്നതിൻ്റെ വലിയൊരു പാഠപുസ്തകമാണ് താക്ലിമക്കാൻ മരുഭൂമിയിലെ ഈ ഹരിതവലയം. ചൈനയുടെ ഈ നേട്ടം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പരിസ്ഥിതി സംരക്ഷണം എന്നത് ഒരു ആഡംബരമല്ല, മറിച്ച് മനുഷ്യന്റെ നിലനിൽപ്പിന് ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണിത്. നാം ഭൂമിയിൽ നിന്ന് എടുത്തത് തിരിച്ചു നൽകാനുള്ള കടമ നമുക്കുണ്ട്. താക്ലിമക്കാൻ മരുഭൂമിയുടെ മണൽക്കുന്നുകൾക്കിടയിൽ തളർത്തു നിൽക്കുന്ന ഓരോ പച്ചപ്പും പ്രത്യാശയുടെ അടയാളമാണ്. വരും വർഷങ്ങളിൽ ഈ വനമതിൽ കൂടുതൽ കരുത്താർജിക്കുന്നതോടെ കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള ലോകത്തിന്റെ പോരാട്ടത്തിൽ ഇതൊരു സുപ്രധാന നാഴികക്കല്ലായി മാറും. പ്രകൃതിയെ വരുതിയിലാക്കാനല്ല, മറിച്ച് പ്രകൃതിയോട് ഇണങ്ങി നിന്ന് ഭൂമിയെ പുനരുജ്ജീവിപ്പിക്കാനാണ് മനുഷ്യൻ ശ്രമിക്കേണ്ടതെന്ന വലിയ സന്ദേശമാണ് ഈ ഹരിത വൻമതിൽ ലോകത്തിന് നൽകുന്നത്.